ഹരി ഓം. 23-ാമത്തെ സ്തുതി രാജാ രഘുഗണസ്തുതി. ഇത് ഭാഗവതത്തിൽ 5-ാമത്തെ സ്കന്ധം 13-ാമത്തെ അധ്യായം 21, 22, 23 ശ്ലോകങ്ങൾ. സിന്ധുരാജാവായ രഘുഗണൻ ജഡഭരതൻ്റെ ഉപദേശത്തിനാൽ ആത്മതത്വം മനസ്സിലാക്കുന്നു. ബ്രാഹ്മണൻ പറയുന്നു, ഹേ രാജാവേ, മനുഷ്യൻ ജ്ഞാനത്താൽ മായയെ ഒഴിവാക്കി നിസ്സംഗനായി കാമാദിശത്രുക്കളെ ജയിച്ച് ആത്മസ്വരൂപത്തെ കാണാൻ കഴിയാത്ത കാലത്തോളം സംസാരത്തിൽ ഉഴലും. ജീവൻ്റെ ഉപാധിയായ മനസ്സാണ് എല്ലാവർക്കും സംസാരതാപസ്ഥലം. ഇത് മനസ്സിലാക്കുന്നതുവരെ ഈ ഭവസാഗരത്തിൽ കിടന്ന് വട്ടം കറങ്ങും. ഈ മനസ്സ് ശോകവും മോഹവും രോഗവും രാഗവും ലോഭവും വൈരവും ഞാനെന്ന ഭാവവും എല്ലാവരിലും വളർത്തുന്നു. ആത്മാവിനെ മറച്ച് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ശത്രുവിനെ ഗുരുവായ ഹരിയുടെ പാദോപാസനയിൽ ശ്രദ്ധയോടെയും ധൈര്യത്തോടെയും തോൽപ്പിക്കുക. ജ്ഞാനമാകുന്ന ഖഡ്ഗം കൊണ്ട് മോഹം അറുത്ത് ശ്രീഹരിയുടെ പാവനമായ കഥ കീർത്തിക്കുകയും സദാ കേൾക്കുകയും ചെയ്യുന്നവർക്ക് സംസാര പാരാവാരം കടന്ന് ഭഗവാനിൽ എത്തിച്ചേരാം. രാജാവ് സ്തുതിക്കുന്നു. സ്തുതി കേൾക്കാം. രാജോവാച അഹോ നൃജന്മാഖിലജന്മശോഭനം കിം ജന്മഭിസ്ത്വപരൈരപ്യമുഷ്മിൻ ന യത് ഹൃഷീകേശ യശകൃതാത്മനാം മഹാത്മനാം വാ പ്രചുരഃ സമാഗമഃ ന ഹ്യദ്ഭുതം ത്വച്ചരണാബ്ജരേണുഭിഃ ഹതാം ഹസോ ഭക്തിരദോക്ഷജേമല മൗഹൂർത്തികാദ്യസ്യ സമാഗമാച്ച മേ ദുസ്തർക്കമൂലോപഹതോ അവിവേകഃ. നമോ മഹദ്ഭ്യോ അസ്തു നമഃ ശിശുഭ്യോ നമോ യുവഭ്യോ നമ ആവടുഭ്യഃ. യേ ബ്രാഹ്മണാഗാം അവധൂതലിംഗാഃ ചരന്തി തേഭ്യഃ ശിവമസ്തു രാജ്ഞാം. ഹേ ബ്രാഹ്മണ, അങ്ങയെപ്പോലെയുള്ളവരെ കണ്ടുകിട്ടിയില്ലെങ്കിൽ സ്വർഗവാസം കൊണ്ടും ഫലമില്ല. അങ്ങയുടെ പാദപാംസുക്കൾ ധരിക്കുന്നവൻ പാപമെല്ലാം ഒടുങ്ങി അച്യുത ഭക്തനാകും. അല്പനേരം അങ്ങയെ കാണാൻ സംഗതിയായതിനാൽ എൻ്റെ അവിവേകം അകന്നു. എല്ലാ മഹാന്മാരെയും ഞാൻ നമിക്കുന്നു. ശിശുക്കളെയും യുവാക്കളെയും ബ്രഹ്മചാരികളെയും ഞാൻ നമിക്കുന്നു. അവധൂതരായി നടക്കുന്ന പുണ്യവാന്മാരെയും ഞാൻ നമിക്കുന്നു. മന്നവന്മാർക്ക് മംഗളം ഭവിക്കട്ടെ. രാജാ രഘുഗണൻ ആ മഹാനിൽ നിന്ന് ശരിയായി ആത്മതത്വം ഗ്രഹിച്ച് അജ്ഞാനാത്മകമായ ദേഹാത്മബുദ്ധി കൈവെടിഞ്ഞ് അഹങ്കാരം ത്യജിച്ച് ഹരിഭക്തനായി. ഓം നമോ ഭഗവതേ വാസുദേവായ.